പ്രിയ പ്രേക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം. കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ഐക്കൺ മറക്കാതെ ക്ലിക്ക് ചെയ്യുക. വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. തൻ്റെ തീരുമാനത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് പുതിയ നീക്കങ്ങൾ മുന്നിലേക്ക് കൊണ്ടുപോവുകയാണ് ഇപ്പോൾ അഭിഷേക്. മാത്രവുമല്ല, ഇതേ തുടർന്ന് കാര്യങ്ങൾ കൃത്യമായി മുന്നോട്ട് കൊണ്ടുപോകുന്ന അഭിഷേക് തൻ്റെ വിജയം ഉറപ്പിച്ചിരിക്കുകയാണ്. എന്നാൽ ഇതേ സമയം അഭിഷേകിന്റെ ചതിയിൽ വീണതിനെ തുടർന്ന് അപ്രതീക്ഷിതമായ ദുരന്തമാണ് ഇപ്പോൾ ദേവപാലയുടെ ജീവിതത്തിൽ വന്ന് സംഭവിക്കുന്നത്. കാര്യങ്ങൾ വിചാരിച്ചതുപോലെ മുന്നിലേക്ക് പോകുന്നില്ല. അതുകൊണ്ട് തന്നെ ഇനി എന്തു ചെയ്യും എന്ന ചോദ്യമാണ് ഇപ്പോൾ മുന്നിൽ ബാക്കിയാകുന്നത്. കാര്യങ്ങൾ കൈവിട്ടു പോകുമോ എന്നുള്ള ഭയം ഇതേ തുടർന്ന് ഉണ്ടാവുകയും ചെയ്യുന്നു സോഹന്. എന്നാൽ തൻ്റെ തീരുമാനത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് അവളുടെ മരണം താൻ ആഗ്രഹിക്കുന്നുണ്ട് എന്ന് വ്യക്തമാക്കുകയാണ് ഇപ്പോൾ അഭിഷേക് ചെയ്യുന്നത്. തൻ്റെ ജീവിതത്തിൽ ഒറ്റ ലക്ഷ്യം മാത്രമാണ് ഉള്ളത്: എൻ്റെ ജീവിതം തകർത്ത അവളെ ഇല്ലാതാക്കുക. അതിനുവേണ്ടി ഞാൻ ഏതറ്റം വരെ വേണമെങ്കിലും പോകും എന്നുള്ള കാര്യം അറിയിക്കുകയും ചെയ്തിരിക്കുകയാണ് ഇപ്പോൾ. ഇതോടെ കാര്യങ്ങളിൽ പുതിയൊരു വഴിത്തിരിവ് ഉണ്ടാവുകയാണ്. ഇതേ തുടർന്ന് ആകെ വയ്യാതാകുന്ന ദേവബാലയെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്യേണ്ട അവസ്ഥ വന്നെത്തിയതിനെ തുടർന്ന് കാര്യങ്ങൾ വിചാരിച്ചതുപോലെ തന്നെയാണ് നടക്കുന്നത് എന്നുള്ള കാര്യം അഭിഷേക് ഉറച്ച് വിശ്വസിച്ചിരിക്കുകയാണ്. ഇനി ഞാൻ വിചാരിച്ചതുപോലെ അവളുടെ മരണവാർത്ത മാത്രമാണ് എനിക്ക് അറിയേണ്ടത് എന്ന് അഭിഷേക് പറയുകയും ചെയ്യുന്നു. ഇതേസമയം ഇപ്പോഴത്തെ തൻ്റെ മകളുടെ അവസ്ഥയ്ക്ക് കാരണം അഭിഷേകാണ് എന്നുള്ള യാഥാർത്ഥ്യം മനസ്സിലാക്കിയിരിക്കുകയാണ് ഇപ്പോൾ ദേവരാജൻ. ഇതോടെ ദേവരാജനാകെ പകച്ച് പോവുകയും ചെയ്യുന്നു. കാര്യങ്ങൾ വിചാരിച്ചതുപോലെ അല്ല പോകുന്നത് എന്നുള്ള കാര്യം ഇതേ തുടർന്ന് മനസ്സിലാക്കുന്ന ദേവരാജൻ ഉടൻ തന്നെ ഇതിനൊരു തീരുമാനം എടുക്കണം എന്ന് ഉറപ്പിച്ചുകൊണ്ട് മുന്നിലേക്ക് വരികയാണ്. ഇതോടെ സുപ്രധാനമായ വഴിത്തിരിവുകൾ ഉണ്ടാവുകയാണ്. അഭിഷേക് കാരണം തന്നെയാണ് ഈ സംഭവങ്ങളെല്ലാം ഉണ്ടായത് എന്ന് അയാൾ ദേവബാലയോട് പറയുകയും ചെയ്യുന്നു. ഇതേസമയം ദേവബാലയെ തൽക്കാലത്തേക്ക് രക്ഷിക്കാൻ സാധിച്ചിരിക്കുകയാണ് എന്നുള്ള കാര്യം അറിയിച്ചിരിക്കുകയാണ് ഇപ്പോൾ ഡോക്ടർമാർ. മാത്രവുമല്ല, ഇനി കാര്യങ്ങൾ വളരെ ശ്രദ്ധിച്ചു വേണം മുന്നിലേക്ക് കൊണ്ടുപോകാൻ എന്ന് അവർ ഓർമ്മിപ്പിക്കുകയും ചെയ്യുന്നു. ഇതോടെ ശ്രദ്ധിച്ചുകൊള്ളാമെന്നുള്ള ഉറപ്പ് ദേവരാജൻ നൽകിയിരിക്കുകയാണ്. പക്ഷേ ഇതിനിടയിൽ ഈ വാർത്ത അറിയുന്നത് അഭിഷേകിന്റെ പ്രതീക്ഷകൾക്ക് തിരിച്ചടി ആയിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ അഭിഷേക് ഇനി എന്തു ചെയ്യും എന്ന് ആലോചിക്കുകയും ചെയ്തുകൊണ്ട് മുന്നിലേക്ക് കടന്നു വരികയാണ്. ഞാൻ വിചാരിച്ചതുപോലെ നടന്നില്ല. അവൾ തൽക്കാലത്തേക്ക് രക്ഷപ്പെട്ടു പോയിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ എന്തു ചെയ്യും? ഈ ചോദ്യവും ബാക്കി ആയതിനെ തുടർന്ന് ഒടുവിൽ അഭിഷേക് സോഹനെ ചെന്ന് കാണുകയാണ്. പക്ഷേ ഇതേ സമയം കാര്യങ്ങൾ ദേവബാല മനസ്സിലാക്കാൻ ഇടയാവുകയും ചെയ്തത് അപ്രതീക്ഷിതമായ തിരിച്ചടി ആയിരിക്കുകയാണ് ഇപ്പോൾ മുന്നിൽ. ഇതോടെ അഭിഷേകിനോട് കാര്യങ്ങൾ സംസാരിക്കുന്നതിന് വന്ന് കാണുകയാണ് ദേവബാല. ഇതോടെ ഇനിയും ദേവബാലയെ ഉപദ്രവിക്കുന്നതിന് ഞാൻ ശ്രമിക്കും എന്നുള്ള കാര്യം ഉറപ്പിച്ച് വ്യക്തമാക്കുന്ന അഭിഷേക്, എൻ്റെ മനസ്സിൽ വെറുപ്പ് മാത്രമാണ് നിന്നോട് ഉള്ളത് എന്ന് അറിയിക്കുകയും ചെയ്തിരിക്കുകയാണ്. ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.